സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്ത് തന്നെയാകട്ടെ, ചോദ്യങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ ഇതിൻ്റെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുള്ള ഓരോ കമൻറ്റിനും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഒറ്റ ഒരാളെയും ഞാൻ ഒഴിവാക്കി വിടാറില്ല. നിങ്ങളൊരു തംസപ്പാണ് ഇടുന്നെങ്കിൽ പോലും ഞാൻ അതിന് മറുപടി നൽകാറുണ്ട്. ഈ ചാനൽ പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, 1 മില്യൺ അംഗങ്ങളുടെ ഒരു കൂട്ടായ്മ, അതാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ അതിലേക്കാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേര് നെഗറ്റീവായിട്ട് പറയാറുണ്ട്. റവന്യൂ, ഗൂഗിളിൽ നിന്നുള്ള റവന്യൂ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ട്രേഡിങ്ങിൽ 1 മണിക്കൂർ കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 1 വർഷം കിട്ടുന്ന കാശ് എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. സോ അത് എൻ്റെ ഒരു മെയിൻ സ്ട്രീം ലക്ഷ്യമല്ല. ഞാൻ നോക്കുന്നത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി. സോ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് പറ്റുന്ന സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. പിന്നെ ഒട്ടനവധി ഗ്രൂപ്പുകളിലേക്ക് തള്ളിക്കയറ്റി അവർക്കൊരു ബുദ്ധിമുട്ടാക്കുമെന്ന് വേണ്ട. പറ്റുന്ന രീതിയിൽ, ആർക്കും ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഒരു സൈഡിലൂടെ നമുക്ക് പോകാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സ്വിംഗ് ട്രേഡുകൾ എങ്ങനെ വിജയകരമാക്കാം എന്നതാണ്. ഇത് കുറച്ച് പേരെന്നോട് കുറേ നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഹുക്കാണ്. അതായത് ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാനൊരു വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ടോ അതിനനുസരിച്ച് കൂടുതൽ അതിനകത്തേക്ക് ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പോൾ കാണാൻ ആരുമില്ല, ആർക്കും ഈ ഒരു വിഷയത്തിൽ താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ പിന്നെ ആ വിഷയം അങ്ങോട്ട് വിട്ടിട്ട് വേറൊരു വിഷയത്തിലേക്ക് പോകാം എന്നുള്ളതാണ് എൻ്റെ രീതി. ഇപ്പോൾ ലോസ് റിക്കവറി പ്ലാനിൽ ഒത്തിരി വീഡിയോസ് ചെയ്യാൻ സാധിച്ചു. കാരണം അതിനകത്ത് അത്ര റെസ്പോൺസാണ് കിട്ടി. ഒരുപാട് പേർക്ക് ആ വിഷയത്തിൽ താല്പര്യമുണ്ട്. അതുപോലെ സ്പെഷ്യൽ ഈവൻ്റ് ആയ ഇലക്ഷൻ റിസൾട്ടും അതുമായി ബന്ധപ്പെട്ട ട്രേഡിങ്ങുമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പോയി ഞാൻ 4 എണ്ണം ചെയ്തു. കാരണം അത്രയും നല്ല റെസ്പോൺസാണ് അതിൽ കിട്ടിയപ്പോൾ. സ്വിംഗ് ട്രേഡിൽ 2 കാര്യങ്ങളുടെ ഈ ഒരു വിഷയം ഇപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഇനി വരുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ 2019 മുമ്പ് കണ്ട ആ ഒരു രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ ബൂമിങ്ങിൻ്റെ 2020 കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന റിക്കവറിയും അത് രാഷ്ട്രീയവും അല്ലെങ്കിൽ ബിസിനസ്സും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ആ ഒരു നല്ലൊരു ബൂമിങ് സ്റ്റേജ് കഴിഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നു എന്നൊരു തോന്നലും കൂടിയാണ് ഈ വീഡിയോയ്ക്ക് ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. 2018 മുൻപുണ്ടായിരുന്ന മാർക്കറ്റിലുണ്ടായിരുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ സർവൈവ് ചെയ്യാൻ പറ്റും. 2020 കണ്ടിട്ട്, 2020 റിക്കവറി കൊറോണ റിക്കവറി കണ്ടിട്ട് മാർക്കറ്റിലുണ്ടായിരുന്ന ആൾക്കാർക്ക്, ചെറിയ പ്രോഫിറ്റ് കൊണ്ട് തൃപ്തി വരാത്ത ആൾക്കാർക്ക് ഇനി മുന്നോട്ട് യാത്ര കുറച്ച് കഠിനമാകും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഉള്ള ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഗവൺമെൻറ് ഫോർമേഷൻ, അതുപോലെ ഫസ്റ്റ് ബജറ്റ് ഇതൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഗ്രാജുവലായിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഫോൾ ആയിരിക്കും ഉണ്ടാവുക. താഴോട്ട് വീഴാൻ വേണ്ടി എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള മുകളിലോട്ട് പോകാൻ തന്നെയാണ്. ഇപ്പോൾ ഒരു ടൈമിംഗ് അല്ലെങ്കിൽ ഒരു തൽക്കാലത്തേക്ക് താഴോട്ട് വരുന്ന മാർക്കറ്റ് പിന്നീട് തിരിച്ചു കയറി പോവുക തന്നെ ചെയ്യും. സോ അത് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു കൺസോളിഡേറ്റഡ് മാർക്കറ്റ് അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിൽ കയറിപ്പോകുന്ന ആ ഒരു മാർക്കറ്റിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നത് നിങ്ങൾക്ക് മുൻപ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നേടാൻ നിങ്ങൾ ശ്രമിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും എന്ന് ഞാൻ തുടക്കത്തിലേ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് അതായത് ഇനി ഈ 2020 കൊറോണയിൽ കണ്ടതുപോലെയുള്ള ആ ഒരു ബൂമിങ് ഇതിനകത്ത് എവിടെയും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. ബൂമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 7500 ഉണ്ടായിരുന്ന ആ ഒരു മാർക്കറ്റ് വിത്തിൻ 12 മന്ത്സ് കൊണ്ട് 15,000 തിരിച്ച് കയറി എന്നുള്ളതാണ്. ആ സമയത്ത് 1 ലക്ഷം രൂപ 16 ലക്ഷം രൂപയൊക്കെ ആക്കിയ ആൾക്കാരുണ്ട്. അത് എളുപ്പമായിരുന്നു പരിപാടി. ഇപ്പോൾ ഇനി അങ്ങനെ എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. ഒരല്പം ബുദ്ധിമുട്ടി ഒന്ന് വേർക്കേണ്ടി വരും. നല്ല രീതിയിൽ തല പുകഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് കാശ് കിട്ടുകയുള്ളൂ എന്നതാണ് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. എന്നാൽ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും ഈ രണ്ട് വാക്കുകൾ നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുന്നു. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വാങ്ങിച്ചിട്ട് ഒരു നിശ്ചിത ലാഭം അല്ലെങ്കിൽ നിശ്ചിത ടൈം പീരീഡ് കഴിയുമ്പോൾ അത് സെൽ ഓഫ് ചെയ്ത് വിട്ട് അതിൻ്റെ ലാഭം എടുക്കുന്ന രീതിയാണ് ട്രേഡിങ്. പക്ഷേ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൽ നിന്നും
ഒരു ഭാഗം അത് FD ആയിട്ടോ ഗോൾഡായിട്ടോ സ്റ്റോക്കുകളായിട്ടോ ലാൻഡായിട്ടോ ബിൽഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസറ്റാക്കി മാറ്റി നമ്മളെ റിട്ടയർമെൻറ്റ് പീരീഡിലേക്ക് മാറ്റി വയ്ക്കുന്ന രീതിയാണ് ഇൻവെസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് വേറെ വരുമാനം ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന് വേറെ വരുമാനം ഇല്ലെങ്കിലും ഇതിൽ നിന്ന് വരുമാനം എടുത്ത് ജീവിക്കാൻ പറ്റും എന്നല്ലെങ്കിൽ ഇതൊരു തൊഴിലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളിന് പക്ഷെ വേറെ വരുമാനം ഉണ്ടായിരിക്കണം. കാരണം ഇൻവെസ്റ്റർ എപ്പോഴും പണം അങ്ങോട്ട്, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് ആണ് നമ്മളുടെ ടോപ്പിക്. സോ ഞാൻ അത് തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയാം. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അതിലേക്ക് പണം പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പണം വരുന്നതിനൊരു സോഴ്സ് ഉണ്ടായിരിക്കണം. അത് സ്റ്റോക്കിൽ നിന്ന് വരും. ഇൻവെസ്റ്റ് ചെയ്ത ഇതിൽ നിന്ന് റിട്ടേൺസ് കിട്ടണമെങ്കിൽ കാലം കുറച്ചെടുക്കും. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടില്ല. പക്ഷേ ട്രേഡിങ്ങിൽ അങ്ങനെയല്ല. ട്രേഡ് ചെയ്യുന്നത് നമ്മളൊരു സാധനം വാങ്ങിച്ച് ചെറിയ പ്രോഫിറ്റ് ആകുമ്പോൾ അത് വിറ്റു, അപ്പോൾ അതിൽ കുറച്ച് ലാഭം കിട്ടി. ആ ലാഭം നമ്മളെടുത്ത് വീണ്ടും അടുത്തതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് പോവുക. ഇൻവെസ്റ്റ്മെൻറ്റ് അടുത്തതിലേക്ക് കാശിട്ടു, അത് ട്രേഡ് ചെയ്തു, അത് പ്രോഫിറ്റ് എടുത്തു, പിന്നെ വീണ്ടും അടുത്തതിലേക്ക് നിക്ഷേപിച്ചു, അതിൽ ലാഭം വരുമ്പോൾ അത് വിറ്റു. അങ്ങനെയാണ് ട്രേഡിങ് പോകുന്നത്. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അത് വളരും. കുറച്ച് കാലം, ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഡബിളായിട്ടുണ്ടാവും, ചിലപ്പോൾ പകുതിയായിട്ടുണ്ടാവും, പല രീതിയിലും വന്നേക്കാം. പക്ഷേ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നല്ല ഗ്രോത്ത് ഉള്ള സംഭവങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് ഡബിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓരോ സ്റ്റോക്കുകളുടെ ചരിത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 2 കമ്പനികൾ എടുക്കുകയാണെങ്കിൽ വിപ്രോയും ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കമ്പനി എടുത്താൽ മതി. വിപ്രോ അതിൻ്റെ 100 ഇരട്ടി എങ്ങാണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് 1980 മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലാസ്റ്റിക് കമ്പനി അത് ഇന്നുണ്ടായതിൻ്റെ 100-1 മാറുകയും ചെയ്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് നിരോധനം വന്നിട്ട്. സോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ സമയാസമയങ്ങളിൽ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കണം. സോ ട്രേഡിങ്ങും ഇൻവെസ്റ്റിംഗ്, അപ്പോൾ ഇൻവെസ്റ്റിങ്ങിനെ നമുക്ക് മാറ്റി വയ്ക്കാം. കാരണം അത് നമുക്ക് വേറെ വരുമാനമുള്ളവർക്ക്, ഇപ്പോൾ ഗവൺമെൻറ് ജോലിയുള്ള ഒരാൾക്ക് മന്ത്ലി ഒരു സെർട്ടൻ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ റിട്ടയർമെൻറ്റിന് അയാൾക്ക് PF കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ഒരു പെൻഷൻ കിട്ടുന്നതോടൊപ്പം തന്നെ മാസം അല്ലെങ്കിൽ വർഷമോ അല്ലെങ്കിൽ ഓരോ സമയങ്ങളിൽ നല്ലൊരു എമൗണ്ട് വിത്ഡ്രോ ചെയ്തിട്ട് ജീവിതം ആസ്വദിക്കാൻ പറ്റും. ട്രേഡിംഗ് അങ്ങനെ എല്ലാ സമയങ്ങളിൽ നമ്മൾ നിക്ഷേപിച്ച് ലാഭം എടുത്ത് പോകുന്നതാണ്. ഇതിന് ദീർഘകാലത്തേക്കുള്ളത്, ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എടുത്തിട്ട് നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റുകയും ചെയ്യാൻ പറ്റും. അതങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇനി ട്രേഡിങ്ങിലാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് സംഭവങ്ങളാണ് കിട്ടുക. ഒന്ന് ഇൻട്രാഡേ അല്ലെങ്കിൽ സ്വിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ലോങ് ടേം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് തന്നെയാണ്. ലോങ് ടേമിലേക്ക് നമ്മൾ ലോങ് ടേം ട്രേഡിംഗ് എന്ന കൺസെപ്റ്റിലേക്ക് അധികാരം പോവാറില്ല. സ്വിംഗ് ട്രേഡുകൾ, അതായത് ഒരു ഊഞ്ഞാല് ഇവിടെ നിന്ന് തള്ളി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റത്ത് പോയി തിരിച്ച് ഇവിടെ എത്തുന്നതിന് നമ്മളൊരു സ്വിംഗ് എന്ന് പറയില്ലേ, അതേപോലെ ഇവിടെ നിന്ന് അപ്പോൾ താഴേന്ന് ഒരു പ്രൈസ് ആക്ഷൻ കയറി മുകളിൽ പോകുമ്പോൾ താഴേന്ന് എൻട്രി എടുത്തു, മുകളിൽ പോകുമ്പോൾ എക്സിറ്റ് ആയി. അതാണ് ഒരു സ്വിങ്ങിന്. മുകളിൽ നിന്ന് ഷോർട്ട് ചെയ്തു, താഴെ വരുമ്പോൾ എക്സിറ്റ് ആയി. അത് ഒരു സ്വിംഗ് ട്രേഡ്. അങ്ങനെ ഈ ഏറ്റക്കുറച്ചിലുകളെ ലാഭമാക്കി മാറ്റുന്നതാണ് സ്വിംഗ് ട്രേഡുകൾ എന്ന് പറയുന്നത്. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ലാഭമായാലും നഷ്ടമായാലും രാവിലെ എൻട്രി എടുത്ത് വൈകുന്നേരത്തിന് മുമ്പ്, മാർക്കറ്റ് അടക്കുന്നതിന് മുമ്പേ ക്ലോസ് ചെയ്യുന്ന ട്രേഡുകളെ ഇൻട്രാഡേ എന്ന് പറയും. സ്വിങ്ങിന് പകരം ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ട്രേഡിംഗ് എന്ന രീതിയിൽ പറയുന്നത് കുറേയും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. സ്വിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ വരുന്ന ഏതൊരു ട്രേഡിംഗ് സ്വിംഗ് എന്ന് അല്ലെങ്കിൽ ഷോർട്ട് ടേം എന്ന് പറയാം. കാരണം ഒരു ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 10 ദിവസമാവും, ചിലപ്പോൾ ഒരു വർഷമാവാം. ഓരോരുത്തരുടെയും ടാർഗറ്റിനനുസരിച്ചാണ് ഈ സ്വിങ്ങിൻ്റെ ടൈം പീരിയഡ് മാറുന്നത്. ചില ആൾക്കാർക്ക് 100% പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ അത് ബുക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർ കുറേ കാലം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ഓരോരുത്തരുടെയും സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പീരിയഡ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡുകളുടെ പീരിയഡ് മാറിപ്പോകും. സ്വിംഗ് ട്രേഡ് എന്നത് ഒരു ഓമനപ്പേരായിട്ട് മാത്രം കണക്കൂട്ടിയാൽ മതി. സ്വിംഗ് ട്രേഡിൻ്റെ ശരിക്കുള്ള ഡെഫിനിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൽ സ്വിംഗ് ഡൗൺ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൈസ് ആക്ഷൻ താഴെ പോയി നിൽക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ചു, അതിൻ്റെ ഏറ്റവും ഒരു പീക്കിൽ പോയിട്ട് അത് വീണ്ടും ഒരു പുൾ ബാക്ക് വരുമ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്യുന്ന രീതിയാണ് സ്വിംഗ്. സ്വിംഗ് എന്നുള്ളത് ഇപ്പോൾ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമൺ വേർഡായി മാറിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10-50 വർഷത്തേക്ക് അല്ലെങ്കിൽ 30 വർഷത്തേക്ക് 40 വർഷത്തേക്കൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുക അല്ലേ. അപ്പോൾ ആ സമയം കൊണ്ട് അത് എവിടെ എത്തും എന്നുള്ളത് നമ്മൾക്കല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കാണെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ആ സമയം വരും എന്ന് ഏകദേശം സ്വപ്നം കാണാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇല്ലാത്തവർ ചെയ്യേണ്ടത്, ഏതൊരാളും ചെയ്യേണ്ടത്, നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ആ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം
നമ്മൾ ഗ്രീൻ എനർജിയാണ് ഇനി ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു ഫീൽഡ് എന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. ഇനി ഗ്രീൻ എനർജി ആ സമയത്ത് സ്കോപ്പ് ഇല്ലാണ്ടായാലും എന്താ ചെയ്യുക? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പ്ലാസ്റ്റിക് ഭയങ്കര ഒരു സംഭവമായിരുന്നു. കാരണം അതുവരെ മണ്ണിൻ്റെയും അലുമിനിയത്തിൻ്റെയൊക്കെ പാത്രങ്ങളുണ്ടായിരുന്നത്. ഈ സമയത്തേക്ക് പ്ലാസ്റ്റിക് വന്നു തുടങ്ങി ഭയങ്കര ഒരു ബൂമിംഗ് ആയിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് പ്ലാസ്റ്റിക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം വന്നതോടുകൂടി ആ കമ്പനികളൊക്കെ ഓൾമോസ്റ്റ് പൂട്ടിപ്പോയ അവസ്ഥയാണ്. പൂട്ടിപ്പോയിട്ടൊന്നുമില്ല, ഇപ്പോഴും പ്ലാസ്റ്റിക് ഉണ്ട്. പക്ഷെ ആ പ്രതീക്ഷിച്ചൊരു ബൂമൊന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല, ഇപ്പോൾ ഇല്ല. സോ എന്തായാലും സംഭവിക്കുക? അവരുടെ തീരുമാനം തെറ്റായിപ്പോയി. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് 10-30 വർഷം ഇൻവെസ്റ്റ് ചെയ്തത് മുഴുവൻ പോയി എന്നാണോ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ഇൻ കേസ് ഇപ്പോൾ ഗ്രീൻ എനർജിയാണ് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജിയാണ് ഇന്നത്തെ ഏറ്റവും ഹോട്ട് ടോപ്പിക്ക്. അപ്പോൾ ആ ഒരു ഹോട്ട് ടോപ്പിക്കിന് പിടിച്ച് നമ്മൾ പോയി ആ സമയം നമ്മളൊരു 30 വർഷം കഴിയുമ്പോഴത്തേനും അത് റിന്യൂവബിൾ എനർജിക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അതെല്ലാം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് താഴ്ന്നു പോയി എന്ന് വരികയാണെങ്കിൽ നമ്മൾ അത്രയും ചെയ്തത് മണ്ടത്തരമായി പോയില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെക്കൻഡ് ലെഗ് അവിടെ കൊടുക്കണം. നമ്മൾ പ്രതീക്ഷിച്ച ആ ലെഗിൽ ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിൽ മറ്റൊരു അതിൻ്റെ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അതല്ലാത്ത മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റൊരു സെക്ടറിലേക്ക് നമ്മൾ. അപ്പോൾ ഫുഡ് ഇന്ത്യയിൽ 150-140 കോടി ജനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് 150 ആവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇത്രയും പേർക്ക് ഭക്ഷണം എന്തായാലും ഒരു ദിവസവും ഭക്ഷണം കഴിക്കാണ്ട് ആൾക്കാർക്ക് ജീവിക്കാം. ചെറിയ ഏതെങ്കിലും ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ അതായത് ബിസ്ക്കറ്റ് കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 100 കോടി ആൾക്കാർ ഒരു കൂട് വാങ്ങിച്ച് അതിന് ആ കമ്പനി വളർന്നു വരില്ലേ? അപ്പോൾ ആ രീതിയിൽ എന്ത് ബിസ്ക്കറ്റ് ആയാലും, മിഠായി അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപ്പൊക്കെ ആയാലും അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ റിന്യൂവബിൾ എനർജിയായി, ഫുഡായി. ഇനി വേറൊന്ന് ഇപ്പോൾ അതേപോലെ ഡ്രസ്സ്. ഇത്രയും 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഡ്രസ്സിന് ഡിമാൻഡ് ഉണ്ടാവും, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഡിമാൻഡ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അങ്ങനെ ഓരോ സെക്ടർ നോക്കി നമ്മൾ അങ്ങനെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണ്. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒരു രാജ്യത്തിൽ വരുന്ന എന്താ പറയുക, ഒരു മൊമെൻറ്റം ആയിട്ടുള്ള സംഭവങ്ങളല്ല, ഗ്രാജ്വലായിട്ട് ഒരു എപ്പോഴും ആവശ്യം. ഒന്നും കൂടെ സിമ്പിളായി പറയുകയാണെങ്കിൽ എപ്പോഴും അവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കും. എന്നാലും ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ഒന്നുമില്ല, നമുക്കത് വിട്ടേക്കാം. നമുക്ക് സ്വിംഗ് ട്രേഡിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കണം പല സെക്ടറുകളിലേക്ക്. പക്ഷേ സ്വിംഗ് ട്രേഡുകൾ ആ രീതിയിൽ ചെയ്യരുത്, ഡൈവേഴ്സിഫൈ ചെയ്ത് പോകരുത്. കാരണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് ദീർഘകാലം നമുക്ക് അത്രയും മുൻകൂട്ടി ഒരു പ്രൊജക്ഷൻ കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ ഇവിടെ സ്വിംഗ് ട്രേഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് വളരെയോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിച്ചിട്ട് അതിൽ എൻട്രി എടുക്കുന്നത്. അപ്പോൾ അത് വളർന്നില്ലെങ്കിൽ എനിക്ക് മറ്റൊന്നിൽ കിട്ടണം എന്ന് കരുതിയിട്ട് നമ്മൾ വേറൊരു സെക്ടർ ഇപ്പോൾ വളർച്ച കാണിക്കാത്തൊരു സെക്ടറിലേക്ക് പോയിട്ട് ട്രേഡിങ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു മണ്ടത്തരായി പോകും. അപ്പോൾ സ്വിംഗ് ട്രേഡുകൾക്ക് കൃത്യമായിട്ടും ഗ്രോത്ത് കിട്ടുന്ന സ്റ്റോക്കുകളായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിന് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആയിരിക്കണം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ഏകദേശം ക്ലിയർ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. സ്വിംഗ് ട്രേഡുകൾ ചെയ്തിട്ട് ഇൻവെസ്റ്റർ ആകരുത്. അതായത് ഒന്നും ആലോചിക്കാതെ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ പോയിട്ട് ഒരുപാട് കാശ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടും ആ സ്റ്റോക്ക് വളരുകയില്ല, ഇതിൽ എപ്പോഴും നഷ്ടത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരവസ്ഥയുണ്ടാവും. അങ്ങനെയുള്ള അപ്പോൾ കാരണം ഒരു 3 മാസം പ്രതീക്ഷിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി എൻട്രി എടുത്തതാണ്. ഇപ്പോൾ 3 വർഷമായി, അത് 12 വർഷമായി എന്ന് പറയുന്നത് പോലെ അപ്പോഴും എന്താ പറയുക, അത് അന്ന് മുടക്കിയ ആ മുതലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പം നഷ്ടം ബുക്ക് ചെയ്യുക. എന്തിനാ നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുമ്പേ നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം, കൃത്യമായിട്ട് എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അതിലെത്രയാണോ നഷ്ടം പറയുന്നത് ആ നഷ്ടം അങ്ങോട്ട് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലാഭമാണെങ്കിൽ ലാഭം ബുക്ക് ചെയ്യുക. അതും ബുക്ക് ചെയ്യാതെ മുന്നോട്ട് പോകരുത്. ഓക്കെ. അപ്പോൾ മെയിനായിട്ട് സ്വിംഗ് ട്രേഡുകൾക്ക് വേണ്ടത് നല്ല രീതിയിൽ പ്രൈസ് കൂടാൻ സാധ്യതയുള്ള, ഇനിയിപ്പോൾ പ്രൈസ് കൂടുന്നില്ലെങ്കിലും സ്വിങ്ങുകൾ ഉണ്ടാകുന്നത്. അതായത് ഒരു സർട്ടൻ പ്രൈസ് റേഞ്ച് ഒരു ഹൈയിലേക്ക് പോകും, അവിടുന്ന് അടുത്ത ഒരു 5-6 മാസം കൊണ്ട് താഴെ വരെ അതങ്ങ് വരും. വീണ്ടും അത് തിരിച്ച് കയറിയാൽ മുമ്പുണ്ടാക്കിയ ഹൈയുടെ കുറച്ച് മുകളിലോട്ട് പോകും, വീണ്ടും അവിടുന്ന് ഒരുപാട് താഴോട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ സ്വിങ്ങുകൾ ഉണ്ടാക്കുന്ന ഹൈലോ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളായാലും നമുക്ക് ഓക്കെയാണ്. അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ ഗ്രാജുവലായിട്ട് കയറിപ്പോകുന്ന സ്റ്റോക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ മുകളിലോട്ട് പോയി താഴോട്ട് വന്ന് മുകളിലോട്ട് പോയി ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു 3-4 മാസം കൊണ്ട് പതുക്കെ താഴോട്ടിറങ്ങി വന്ന് പതുക്കെ മുകളിലോട്ട് പോയി അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കിട്ടുകയാണെങ്കിലും വളരെ നല്ലത്. ഇങ്ങനെയുള്ള ടൈപ്പുകളിൽ നല്ല മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകൾ കണ്ടെത്തണം സ്വിങ്ങിനായിട്ട്. എൻട്രി സെറ്റപ്പ്, ഇത് എന്നെ ഏറ്റവും ആൾക്കാർ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ
മടുപ്പിക്കുന്ന ഒരു കാര്യമാണ് എൻട്രി സെറ്റപ്പ്. നിങ്ങൾ എന്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് സംഭവങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എൻട്രി എഴുതി വയ്ക്കണം, ആ കാര്യങ്ങൾ എഴുതി വയ്ക്കണം എന്ന് പറയും. സ്വിംഗ് ട്രേഡിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ എൻട്രി സെറ്റപ്പ് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം അത് എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്ലാൻ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ എക്സിറ്റ് പ്ലാൻ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതി വയ്ക്കണം. എങ്ങനെയാണ് ഞാൻ ഈ ട്രേഡ് എടുത്തു, നമ്മൾ ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നുമല്ല എക്സിറ്റ് ചെയ്യാൻ പോകുന്നത്, ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞിട്ടായിരിക്കും എക്സിറ്റ് ചെയ്യുക. ആ സമയത്തേക്ക് ഇത് എന്തായിരുന്നു, ഇതിൻ്റെ എത്ര പ്രോഫിറ്റ് കിട്ടിയല്ലോ. നിങ്ങൾ ഒരുപാട് പേര് ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ നമ്മൾ പലരോടും ചോദിക്കും, ചേട്ടാ ഇത് എക്സിറ്റ് ആകാറായി, ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അവസ്ഥ, ഇനി മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ, നമ്മൾ പലരോടും. കാരണം നമുക്ക് എൻട്രി എടുക്കുമ്പോൾ നമ്മൾ എത്രയാണ് പ്രോഫിറ്റ് പ്രതീക്ഷിച്ചത്, എന്താണ് ഇതിൻ്റെ പ്ലാൻ എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചിട്ടില്ല. എൻട്രി എടുക്കുമ്പോൾ നമ്മൾ അത് ആ സമയത്ത് പോയിട്ട് ചെയ്യാമെന്ന്, പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ മറന്നുപോയി. ഈ സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ വന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, മുകളിലോട്ട് പോവോ താഴോട്ട് പോവോ, ബുക്ക് ചെയ്യണോ, നിർത്തണോ, കട്ട് ചെയ്യണോ, ഒന്നും അറിയാതെ വേവലാതെയാവും. അപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോൾ സിംപിളി ടാറ്റ മോട്ടോഴ്സ് ഞാൻ ഒരു 500 രൂപയ്ക്ക് വാങ്ങിക്കുന്നു, 1000 രൂപയിൽ ഇത് വിൽക്കണം, അല്ലെങ്കിൽ 1000 രൂപയിൽ പകുതി വിൽക്കണം, എന്താണോ അതിൻ്റെ പ്ലാൻ അത് എഴുതി വയ്ക്കണം. എന്നിട്ട് അവിടെ വിട്ടേക്കുക. 1000 രൂപയാകുമ്പോൾ ബുക്ക് എടുത്ത് നോക്കുക എന്തായിരുന്നു അന്ന പ്ലാൻ. 1000 രൂപയാകുമ്പോൾ അത് എക്സിറ്റ് ചെയ്യണം എന്നാണ്. ഓക്കെ, അവിടെ എക്സിറ്റ് ചെയ്യുക, അടുത്ത പരിപാടി. കാരണം അന്നത്തെ ആ വ്യൂവിൽ എൻട്രി എടുക്കുമ്പോഴുള്ള വ്യൂവിൽ മോസ്റ്റ് പ്രോബ്ലി നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ എടുത്തിട്ടുണ്ടാവുക. നല്ല പ്രോഫിറ്റ് കാണുമ്പോൾ നമ്മൾ അധികം അനലൈസ് ചെയ്തിട്ടൊന്നും എന്ത് ചെയ്യാൻ നിൽക്കില്ല, നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തു കളയും. എൻട്രി എടുക്കുന്നതിന് മുമ്പ് എടുക്കുന്ന തീരുമാനങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ എഴുതി വയ്ക്കാൻ മറക്കരുത്. എൻട്രി പോയിന്റ് എഴുതിയില്ലെങ്കിലും എക്സിറ്റ് പോയിന്റുകൾ എഴുതാൻ മറക്കരുത്. ഓക്കെ, നല്ല വളർച്ച കിട്ടുന്ന സ്റ്റോക്കുകൾ, അതിൻ്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു 100 രൂപയിൽ വാങ്ങിച്ചൊരു സ്റ്റോക്ക് 150 രൂപ പ്രൈസ് എത്തി, പ്രതീക്ഷിതമായി 150 രൂപ എത്തി. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതിനി ഒരുപാട് കയറിപ്പോകും. പക്ഷേ കയറിപ്പോയില്ലെങ്കിൽ എന്ത് ചെയ്യും, കിട്ടിയത് 150 രൂപ എത്തിയിട്ട് തിരിച്ച് 100ലേക്ക് ഇറങ്ങി വന്നാൽ എനിക്ക് പണി കിട്ടും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ 50% ഗ്രോത്ത് കിട്ടിയത് അല്ലേ. 100 രൂപയിൽ എടുത്ത സ്റ്റോക്കിന് 150 രൂപ പ്രൈസ് ആയിട്ടുണ്ട്, 50% ഗ്രോത്ത് കിട്ടിയിട്ടുണ്ടാകും. നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റിയുടെ 50% അങ്ങോട്ട് ഒഴിവാക്കുക. അതായത് ഇപ്പം സിംപിളി 50 പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവും. ഒരു 20% ഗ്രോത്ത് കിട്ടിയ സമയത്താണ് നിങ്ങൾ ഈ തീരുമാനം എടുക്കുന്നത്. 100 രൂപക്ക് വാങ്ങിച്ച് 120 ആയി, ഇനി തിരിച്ച് 100ലേക്ക് വരുമോ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല. എൻട്രി പോയിന്റിലും 20% എഴുതി വെച്ചിരിക്കുന്നത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് മുകളിലോട്ട് പോകുക, അതിൻ്റെ മൊത്തത്തിൽ കണ്ടിട്ട് മുകളിലോട്ട് പോകും തോന്നുന്നു, എന്നാൽ പോകുന്നില്ല, കാര്യത്തിൽ ഉറപ്പില്ല. അങ്ങനെ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 20% വളർച്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ 20% സ്റ്റോക്കുകൾ അവിടെ വിട്ടേക്കുക. ബാക്കി 80% സ്റ്റോക്കുകളും സെല്ല് ചെയ്തിട്ട് ആ പ്രോഫിറ്റ് അല്ല മുടക്ക് മുതൽ തിരിച്ചെടുക്കുക. 100 രൂപക്ക് വാങ്ങിച്ച് 120 ആയി. ഇപ്പോൾ അതിൽ 100 ക്വാണ്ടിറ്റി വാങ്ങിച്ച് ഇപ്പോൾ 80 ക്വാണ്ടിറ്റി വിൽക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് നിങ്ങളുടെ ഇറക്കിയ കാശ് തിരിച്ചു കിട്ടും. ആദ്യം ഇറക്കിയ കാശ് തിരിച്ചു കിട്ടും. അത് എടുത്തിട്ട് അടുത്ത എന്താണോ പ്ലാൻ അത് ചെയ്യുക. ഇനി ഇതിനകത്ത് ഇപ്പം 20% സ്റ്റോക്കുകൾ അവിടെ ഇരിപ്പുണ്ട്. അതിൽ 2 സാധ്യതകളാണ്. ഒന്നുകിൽ ഫർദർ അത് മുകളിലോട്ട് കയറിപ്പോവും. മുകളിലോട്ട് കയറിപ്പോവാണെങ്കിൽ പോയിക്കോട്ടെ, നമുക്കൊരു 100% കിട്ടുമ്പോൾ അവിടെ ബുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 20 ക്വാണ്ടിറ്റിയിൽ 100% കിട്ടിയാലും ഈ പറയുന്ന കാശ് തന്നെ കിട്ടും. ഇനി അതല്ല, മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ, നിങ്ങൾ പേടിച്ചതുപോലെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നിട്ട് 100 രൂപയിൽ താഴെ എത്തിയാൽ വീണ്ടും നേരത്തെ വിറ്റ 80 ക്വാണ്ടിറ്റിക്ക് പകരം ഇപ്രാവശ്യം 100 ക്വാണ്ടിറ്റി വീണ്ടും വാങ്ങിച്ചെടുക്കുക. അത് ബെയറിഷ് മൂവ്മെൻറ്റിലേക്ക്, അതായത് സ്റ്റോക്ക് ഒരു ഫോള് വരുന്ന അല്ലെങ്കിൽ ആ കമ്പനി പൂട്ടാൻ പോകുന്ന കമ്പനിയിലായി പോകരുത് ഇങ്ങനെ ചെയ്യുന്നത്. തിരിച്ചത് മുകളിലോട്ട് കയറും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് വന്നിട്ട് നമ്മുടെ എൻട്രി പോയിന്റിൻ്റെ താഴെ വരുമ്പോൾ അതിനകത്ത് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുക്കുക, കൂടുതൽ ക്വാണ്ടിറ്റി കൊടുക്കുക, എന്നിട്ട് നേരത്തെ അതേ പരിപാടി റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുക. ഇനി അതല്ല, കമ്പനി മുകളിലോട്ട് തന്നെ പോവുകയാണ്, നമ്മൾ 20%-ൽ 80% ക്വാണ്ടിറ്റി സെൽ ഓഫ് ചെയ്തിട്ട് ബാക്കി 20% അവിടെ വളർന്നോട്ടെ, നമ്മൾ അത് ബാധിക്കുന്നില്ല. കാരണം അത് നമ്മൾക്ക് ഒരു രീതിയിലും ബാധ്യതയില്ലാത്ത ഒരു സ്റ്റോക്കുകളാണ്. നേരത്തെ വിറ്റ മുതലെടുത്തിട്ട് വേറൊരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിലും പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഈ എന്താ പറയുക, പ്രൊമോട്ടർ സ്റ്റോക്ക് ഹോൾഡിംഗ് പ്ലെഡ്ജ് ചെയ്ത കമ്പനികളൊക്കെ ഒത്തിരി പേര് അവോയ്ഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അതായത് അതിൻ്റെ മുതലാളി അയാളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാശ് എടുത്തിട്ടുണ്ട്, ഇനി അത് അയാൾ മുങ്ങിയാൽ ഈ കമ്പനി പൂട്ടില്ലേ എന്നൊക്കെ ഉള്ള ഒരു തോന്നലുണ്ട്. ആൾക്കാർ സ്വിംഗ് ട്രേഡുകൾക്ക് അത്തരം കമ്പനികളെ ഒഴിവാക്കുന്ന കാണാറുണ്ട്. പക്ഷേ അങ്ങനെ മാറ്റി നിർത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതിനകത്ത് നല്ല വളർച്ച കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഈ സ്വിംഗ് ട്രേഡുകൾക്ക്
ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ കുറച്ച് കാലം മാത്രമേ അത് ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊരു നഷ്ടത്തിനൊരു ലിമിറ്റ് ഉണ്ട്. ഇത്ര രൂപ നഷ്ടം വന്നാൽ നമ്മൾ എക്സിറ്റ് ആകും എന്ന കാര്യത്തിൽ നമുക്കൊരു തീരുമാനമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ലോസ് കണ്ടാൽ ഒഴിവാക്കിയേക്കാം, അല്ലെങ്കിൽ അത് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർ അതിലേക്ക് പോകരുത് എന്നെനിക്കൊരു സജഷൻ ഉണ്ട്. പെന്നി സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരള ലോട്ടറി എടുക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ്. 1 ലക്ഷത്തിൽ ഒരു പ്രാവശ്യം 1 ലക്ഷം ടിക്കറ്റ് എടുത്താൽ ചിലപ്പോൾ ഒന്നേ നമുക്ക് അടിക്കുകയുള്ളൂ. അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കാശൊക്കെ കിട്ടും. അതേപോലെയാണ് പെന്നി സ്റ്റോക്കുകൾ. 1 രൂപയും 2 രൂപയും 10 രൂപയൊക്കെ നമ്മൾ കൊടുത്തിട്ട് ആയിരക്കണക്കിന് വാങ്ങിക്കും. ഇത് 2 രൂപയിൽ ചിലപ്പോൾ 2 വർഷമൊക്കെ കിടക്കും, പിന്നെ അത് അനങ്ങില്ല, അങ്ങനെ കിടക്കും. അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ മികച്ച പെന്നി സ്റ്റോക്കുകൾ നിക്ഷേപിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. അതിനായിട്ട് ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. പെന്നി സ്റ്റോക്ക്, ആ കമ്പനി, പെന്നി സ്റ്റോക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എവിടെയും നിങ്ങൾക്ക് ആ കമ്പനിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കില്ല. പെന്നി സ്റ്റോക്കുകളെ കുറിച്ച് ഓൺലൈനിൽ ആരും റിപ്പോർട്ട് എഴുതാറില്ല, ഒന്നും ചെയ്യാറില്ല. കാരണം അതിൽ ഒന്നും എഴുതിയിട്ട് കാര്യമില്ല, ചെറിയ സ്റ്റോക്കല്ലേ. പക്ഷേ അതിനകത്ത് ചിലപ്പം ഈ ചവറ്റോട്ടേക്ക് കിടക്കുന്ന മുത്ത് എന്ന് പറയുന്ന പോലെയുള്ള സാധനങ്ങൾ അതിനകത്ത് കിടപ്പുണ്ടാവും. ചില സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവും, ചിലപ്പോൾ റീസെൻ്റ്ലി ലിസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് കൊണ്ട് തകർന്നടിഞ്ഞ് താഴെ പോയിട്ട് ആ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്തിട്ട് അത് തിരിച്ച് പൊങ്ങി വരുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് എൻട്രി കിട്ടുന്നത്. നല്ല സൂപ്പർ എൻട്രി ആയിരിക്കും അത്. ഇപ്പോൾ പെന്നി സ്റ്റോക്കുകൾ മോശമാണ് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അതൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഫീൽഡിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതൊരു ലോട്ടറി ടിക്കറ്റ് ഈ ആഴ്ച എടുത്തു, അത് പോയി അടുത്ത ആഴ്ച എടുത്തു, കുറേ ആഴ്ചകൾ എടുക്കുമ്പോൾ ഒരാഴ്ചയിൽ ഒരു 5000 രൂപ കിട്ടി, ഓക്കെ ഇതുവരെയും പോയതൊക്കെ കവർ ചെയ്ത് കിട്ടി, സമാധാനം. പിന്നെയും കുറേ എടുത്തു, ഒന്നും അടിച്ചില്ല. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ലോട്ടറി അടിച്ചേക്കാം ഫുൾ എമൗണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്നതേ ഉള്ളൂ. പ്രതീക്ഷിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു പ്ലാൻ ചെയ്തിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അതാണ് പെന്നി സ്റ്റോക്കുകളെ ഒഴിവാക്കണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ. പിന്നെ എന്താ പറയുക, സ്വിങ്ങിന് പെന്നി സ്റ്റോക്കുകൾ നമ്മൾ അതിനെ ആശ്രയിച്ച് മാത്രം നിങ്ങളുടെ സ്വിംഗ് ട്രേഡുകൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. പെന്നി സ്റ്റോക്കുകൾ കയ്യിലുണ്ടായിക്കോട്ടെ, പക്ഷെ അതൊരു പ്രധാന വരുമാനമായിട്ട് കാണരുത്. പ്രധാന വരുമാനത്തിൽ നിങ്ങൾ നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾ തന്നെ ഉപയോഗപ്പെടുത്തണം. പെന്നി സ്റ്റോക്കുകൾ ആശ്രയിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് അവിടെ കെട്ടിക്കിടന്നു. അതുപോലെ പെന്നി സ്റ്റോക്കിൽ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യരുത്. ആ ഫണ്ട് അവിടെ കെട്ടിക്കിടന്നു പോകും, ഒരിക്കലും തിരിച്ചെടുക്കാം. കാരണം പലപ്പോഴും അത് സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ അതിന് പല മോണിറ്ററിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ട്രേഡ് ടു ട്രേഡ് ഒക്കെ ആയി മാറിയിട്ടുണ്ടാവും. നമുക്ക് വേറൊരു ബയർ വന്നാൽ മാത്രമേ ഇത് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം വലിയ എമൗണ്ട് വേണ്ടോ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഓഫ് ചെയ്യാൻ പറ്റാതെ നമ്മൾ കുടുങ്ങിപ്പോവും. അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർ ടെർമിനലിൽ 24/7 അതിനകത്ത് തന്നെ പോയി കിടക്കരുത്. രാവിലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, എന്തൊക്കെയാണ് ഇന്നത്തെ സ്റ്റാറ്റസ്. നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ, ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഗവേഷണം നടത്താൻ, അനാലിസിസ് നടത്താൻ വൈകുന്നേരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം ഓരോ ട്രേഡിംഗ് ഡേ കഴിയുമ്പോഴും. അതല്ലാതെ രാവിലെ ടെർമിനൽ ഓപ്പൺ ചെയ്ത് സ്വിംഗ് ട്രേഡാണ് ചെയ്യുന്നത്, ആ സ്റ്റോക്ക് 10 പൈസ കയറിയിട്ടുണ്ട് ഈ സ്റ്റോക്ക്, ഓക്കെ 15 പൈസ 20 പൈസ അങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു പൊരുന്നക്കോഴിയെ പോലെ ആകരുത്. ഒരു ദിവസം രാവിലെ വരിക, ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഇതിനൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യതയില്ല. ആ പ്രൈസ് റേഞ്ചിലേക്ക് വന്ന സ്റ്റോക്കുകളിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ളതിനെ അങ്ങ് വിടുക. പിന്നെ ടാർഗറ്റ് എക്സിറ്റ് ആവേണ്ട സാധനങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ അങ്ങോട്ട് അതിന് സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വയ്ക്കുക, ലിമിറ്റ് ഓർഡറിൽ. അതൊക്കെ ചെയ്തിട്ട് നിങ്ങളെ പണിക്ക് പോവുക. ദെൻ വൈകുന്നേരം വന്നിട്ട് ഒന്ന് ഓടിച്ച് നോക്കുക. അതായത് 3:30 ശേഷമല്ല, 3:30 മുമ്പ് നോക്കണം. എന്തൊക്കെയെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് സോൾവ് ചെയ്യണം. എന്നിട്ട് ഫൈൻ, നിങ്ങളെ മറ്റു കാര്യങ്ങളൊക്കെ പോവുക. ഇത്രയാണ് ഇതിന് മൊത്തം വേണ്ടത്. ഒരു സമയം ഫുൾ 24/7 അത് നോക്കിയിരിക്കേണ്ട ഒരു കാര്യമില്ല. സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർ ദിവസം 2 പ്രാവശ്യം നോക്കിയാൽ തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കതിനെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഒരു സ്വിംഗ് ട്രേഡിൽ എത്ര ലാഭം കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% എന്ന് പറയുന്ന ഒരു ശരാശരി പ്രോഫിറ്റാണ്. ഒട്ടുമിക്ക ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് 10%. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് 3 മുതൽ 5% വരെ ഒരു ട്രേഡിൽ നേടാൻ സാധിക്കണം. അത് പറ്റുന്നില്ലെങ്കിൽ ആ സ്റ്റോക്ക് പിന്നെ ചൂസ് ചെയ്യരുത്, ഇപ്പോൾ ഒഴിവാക്കിയേക്കണം. ഏറ്റവും ചുരുങ്ങിയ 3 to 5% നമുക്ക് കിട്ടണം. 10% ആവറേജ് വരുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, കുഴപ്പമില്ലാത്തൊരിതാണ്. 100% ഒക്കെ ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് സ്റ്റോക്കുകൾ, ഇപ്പോൾ ഡിക്സൺ എന്ന് പറഞ്ഞ ഒരു കമ്പനി 2023 പകുതി മുതൽ 2024 പകുതി വരെ നോക്കുകയാണെങ്കിൽ 150% പ്രോഫിറ്റാണ് അത് കൊടുത്തിട്ടുള്ളത്. 12 months ഒരു സ്വിംഗ് ട്രേഡാണ് ഒരാൾ പ്ലാൻ ചെയ്തെങ്കിൽ 4000 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 10ന്റെ മുകളിലെത്തിയിട്ടുണ്ട്. സോ അത് അമ്മാതിരി പോക്കാണ് പോയിട്ടുള്ളത്. അതേപോലെയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് നമ്മളതിൽ സ്വിംഗ് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ആരും തന്നെ ഒരു 4000 നിന്ന് 10000 രൂപ വരെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതിനകത്ത് പല പ്രാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അത് 7000 രൂപ എത്തി, വീണ്ടും 5000 പോയി, വീണ്ടും 9 വന്നു, 7.5 പോയി, വീണ്ടും 10 വന്ന് ഇപ്പോൾ നിൽക്കുന്നുണ്ട്, വീണ്ടും താഴോട്ട് ഇറങ്ങിപ്പോയേക്കാം.
അങ്ങനെയൊക്കെയാണ്. അതേപോലെ സ്വിംഗ് ട്രേഡുകളാകുമ്പോൾ ആ പീക്കിലെത്തുമ്പോൾ നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് കൊണ്ടുപോകണം. നഷ്ടത്തിലേക്ക് പോകുന്ന എൻട്രികൾ, അതായത് നമ്മൾ എൻട്രി എടുത്തു, പക്ഷെ ആ പ്രൈസ് ഇപ്പോൾ താഴോട്ടാണ് പോകുന്നത്. അതിന് കൃത്യമായ റീസൺ എന്താണെന്നുള്ളത് അന്വേഷിക്കുക. അത് തിരിച്ച് കയറി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കി ഇതിന് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നത്. അത് തിരിച്ച് കയറി വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവറേജ് ചെയ്യുക. കൂടുതൽ ക്വാണ്ടിറ്റി അതിനകത്തേക്ക് ചെയ്തിട്ട് ആവറേജ് ചെയ്യുന്നതിനും കൃത്യമായ ഒരു കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു വിഷയത്തിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക് ഇട്ടത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനി ഓപ്ഷൻ ട്രേഡിങ്ങിലൊക്കെ ആൾക്കാർ കുറവായിരിക്കും. കാരണം മുമ്പ് കിട്ടിയതുപോലെ വലിയ പ്രോഫിറ്റ് ഇപ്പോൾ കിട്ടുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് നിരാശയുണ്ട്. അപ്പോൾ കൂടുതൽ പേരും ഇനി സ്വിംഗ് ട്രേഡുകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്, സ്റ്റോക്കുകളിലേക്ക്. എന്തായാലും ഓപ്ഷൻ ട്രേഡിങ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ച് ചെയ്യുന്നവർക്ക് ഇപ്പോഴും നല്ല പ്രോഫിറ്റ് തന്നെയാണ്. സോ പ്രോഫിറ്റ് കിട്ടാത്തത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അപ്പോൾ അത് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്തോ ക്ലാസ് എടുക്കുന്നുണ്ട്, അതിനേക്ക് ആളെ ചേർക്കാനാണ്. ഞാൻ ഒരു ക്ലാസ്സും കൊടുക്കുന്നില്ല കേട്ടോ, ആ പരിപാടികളൊന്നും തന്നെ ഇല്ല. ഓക്കെ, എന്തായാലും ഒരു നഷ്ടത്തിലേക്ക് പോകുന്ന എൻട്രി വളർച്ച സാധ്യത ഉള്ളതാണെങ്കിൽ അത് ആവറേജ് ചെയ്ത് അതിനെ സേഫ് ആക്കുക, അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്തിട്ട് മാറുക. അവിടെ ലോങ് ടേം ഇൻവെസ്റ്റർ ആവാൻ വേണ്ടി കാത്തു നിൽക്കരുത്. 50% നഷ്ടം കൊണ്ടിട്ട് കളയരുത്. ചില സമയത്ത് 50% പെട്ടുപോകും, അതൊക്കെ ശരിയാണ്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ലാഭത്തിലേക്ക് പോയി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നഷ്ടത്തിലേക്ക് പോകുന്ന എൻട്രികളാണ്. ഇനിയിപ്പോൾ ലാഭത്തിലേക്ക് പോകുന്ന എൻട്രി, അതിന് ഒരു വളർച്ച, അതായത് ഒരു സ്റ്റോക്ക് നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചു, അതിപ്പോൾ 125 രൂപയായിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ വരുന്ന ന്യൂസുകളൊക്കെ തന്നെ അതിനെക്കുറിച്ചാണ്. ഒരുപാട് വളർച്ച സാധ്യത, എന്തൊക്കെയോ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനി അതിനകത്ത് ക്വാണ്ടിറ്റി ആവറേജ് മാക്സിമം ആവറേജ് ചെയ്ത് കൊടുക്കുക, ക്വാണ്ടിറ്റി ലോഡ് കയറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വളർച്ച, ആ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടുന്ന ഗ്രോത്ത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പം ലാഭത്തിലേക്കാണ് നഷ്ടത്തിലേക്കാണെങ്കിലും നിങ്ങൾ ആ സ്റ്റോക്കിന് വളർച്ചാ സാധ്യത ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് പ്രൈസ് ആവറേജ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളുടെ തീരുമാനം തെറ്റിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. നമ്മൾ അതേപോലെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 100 രൂപയിൽ വാങ്ങിക്കുന്ന എൻട്രിയിൽ ഒരു 120 രൂപയാണ് ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിനകത്ത് അതേ സമയത്ത് നമ്മളൊരു ലോസും ഇൻ കേസ് ഇത് റിവേഴ്സ് പോവുകയാണെങ്കിൽ ഞാൻ എവിടെ കട്ട് ചെയ്യും എന്ന കാര്യത്തിലും ബുക്കിൽ എഴുതി വെച്ചിരിക്കണം ആ തീരുമാനവും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 20 രൂപ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾ വിൽക്കും എഴുതി വെച്ച് 10 രൂപയോ അല്ലെങ്കിൽ 20 രൂപയിൽ കുറഞ്ഞ ഏതൊരു സംഖ്യയും നിങ്ങൾക്ക് നഷ്ടമായിട്ടും ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ 20 രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ ഇത് എക്സിറ്റ് ആവണം, അല്ലെങ്കിൽ 15 രൂപ നഷ്ടം വന്നാലും ഇത് എക്സിറ്റ് ആവണം എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലാഭത്തിനേക്കാൾ കൂടുതൽ നഷ്ടം കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. റിസ്ക് റിവാർഡ് റേഷ്യോ എപ്പോഴും 1-ൽ കൂടുതലായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് തെറ്റിക്കരുത്. കാരണം എപ്പോഴും നമ്മൾ നഷ്ടം കൂടുതൽ എഴുതി വെച്ച് നഷ്ടം കൂടുതൽ ബുക്ക് ചെയ്യുന്നു, ചെറിയ പ്രോഫിറ്റ് കാണുമ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി പൂട്ടിപ്പോവും, ആ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എപ്പോഴും ലാഭം കൂടുതലും നഷ്ടം കുറവായിരിക്കണം. ചെറിയ നഷ്ടം കാണുമ്പോൾ തന്നെ കട്ട് ചെയ്തേക്കുക, പിന്നീട് എൻട്രി പോയിന്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് വാങ്ങിക്കാം എന്ന് മാത്രം ചിന്തിക്കുക. ഓക്കെ, സ്പെഷ്യൽ ഈവൻറ്റുകളിൽ സുരക്ഷിതമായി മാറി നിൽക്കാൻ സ്വിംഗ് ട്രേഡർ ശ്രദ്ധിച്ചിരിക്കണം. സ്പെഷ്യൽ ഈവൻറ്റിൽ പോയി കളിക്കാൻ നിൽക്കരുത്. മലവെള്ളപ്പാച്ചിലിൽ നീന്തം പഠിക്കാൻ ശ്രമിക്കരുത്. കാരണം മലവെള്ളപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ അതൊരു പർപ്പസിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അത് നിങ്ങൾക്ക് കളിക്കാനുള്ള ഒരു പരിപാടിയല്ല. സോ സ്പെഷ്യൽ ഈവൻറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ആ സമയത്ത് 3 ദിവസം, ഒത്തിരി പേര് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 3 ദിവസം വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ 3 ദിവസമായിട്ട് മാറി നിന്നു, അതുകൊണ്ട് എനിക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ അതിനകത്ത് പോയിട്ട് മലവെള്ളപ്പാച്ചിൽ നീന്തൽ പഠിക്കാൻ പോയ എല്ലാവർക്കും കൈകൊള്ളിയിട്ടുണ്ട്. കുറേ പേർക്ക് ജീവിതം തന്നെ കോഞ്ഞാട്ടയായി പോയിട്ടുണ്ട്. സോ സ്പെഷ്യൽ ഈവൻറ്റുകൾ വരുമ്പോൾ മാറി നിൽക്കുന്നത് ഏറ്റവും സുരക്ഷിതമാണ്. അല്ലെങ്കിൽ അത്രയും കൺഫേംഡ് ആയിട്ടുള്ള പോസിറ്റീവ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുക. അങ്ങനെയുള്ള സമയത്ത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 4/1 മാത്രം വെച്ച് നിങ്ങളുടെ കളികൾ നടത്തുക. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും, ഒന്നും ചെയ്യാൻ പറ്റാതെ കുടുങ്ങിപ്പോവും. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ കമ്പനികളെയോ സ്റ്റോക്കുകളെയോ ഒന്നും സ്നേഹിക്കരുത്. ഒരു പേഴ്സണൽ സെൻറ്റിമെൻറ്റ്സ് അതിലേക്ക് കൊണ്ടുവരരുത്. ഇപ്പോൾ ടാറ്റാ മോട്ടോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 90s കിഡ്സിനൊക്കെ ആണെങ്കിൽ, ഒരു 80s ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ടാറ്റാ മോട്ടോഴ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യും. കാരണം അവർ ചെറുപ്പത്തിൽ കയറിപ്പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ ബസ്സുകൾ ടാറ്റയുടെ ആയിരിക്കും.
അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അതുമായിട്ട് എല്ലാവർക്കും ഉണ്ടാകും. കാരണം ആ സമയത്തൊക്കെ ബസ് റൂട്ടൊക്കെ തുടങ്ങുന്ന സമയമാണ്. അങ്ങനെയുള്ള ആ അങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റ് ട്രേഡിംഗ് അതിലേക്ക് വരുമ്പം അതൊക്കെ മാറ്റി വയ്ക്കുക. ട്രേഡിങ്ങിൽ പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ഒന്നുമില്ല. പൈസയാണ്, പൈസ ഇടുന്നു, അതിൽ നിന്ന് സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വരുന്നു, ബുക്ക് ചെയ്യുന്നു, പോകുന്നു. അത് ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് കമ്പനിയിലായാലും അതിനകത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റ് എടുക്കുക. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങളൊരു എന്താ പറയുക വേദവാക്യമായിട്ട് എടുത്തോളൂ. സ്റ്റോക്കുകളെ സ്നേഹിക്കരുത്, അതിൽ നിന്നുള്ള ലാഭത്തെ നിങ്ങൾ ആഗ്രഹിക്കുക. അതിനെയും സ്നേഹിക്കണം എന്നല്ല പറയുന്നത്, അതിനെ ആഗ്രഹിക്കുക. നഷ്ടത്തെ വെറുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, അകറ്റാൻ ശ്രമിക്കുക. ഇതിൽ മൂന്നിലും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഇതിൻ്റെ താഴെ എൻ്റെ ഒരു പേരും കൂടി എഴുതി ചേർക്കണമായിരുന്നു അല്ലേ, വേദവാക്യം ബൈ റഷീദ് തായ്ലാർ എന്നുള്ളത്. ഓക്കെ, സ്റ്റോക്കുകളെ സ്നേഹിക്കരുതെന്ന് പറയുന്നത് ഏത് മനുഷ്യനും ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ഫാൻ ഏതാണ്, കെയ്ത്താൻ്റെ ഫാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാനാണ്. ഭിത്തിയിലേക്ക് പോകുമ്പോൾ ബൾബ് ഫിലിപ്സിൻ്റെ ബൾബാണ്, ട്യൂബ് ലൈറ്റൊക്കെ ഫിലിപ്സിൻ്റെതാണ്. അങ്ങനെ ഓരോ പുറത്ത് പോകുമ്പോൾ ടാറ്റയുടെ വണ്ടിയാണ് കിടക്കുന്നത്, ബൈക്കാണെങ്കിൽ ബജാജ് മോട്ടോറിൻ്റെ ആണ്. അങ്ങനെ ഓരോ സംഭവം സ്വിച്ചൊക്കെ നോക്കുമ്പോൾ അങ്ങനെ എന്ത് സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ആ കമ്പനിയായിട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റോക്കുകളെ സ്നേഹിക്കരുത്. നമുക്ക് വീട്ടിൽ നമ്മൾ സ്ഥിരം കാണുന്നതിനോട് നമുക്കൊരു സ്നേഹം തോന്നും, ആ സ്നേഹം ഉണ്ടാവരുത്. രണ്ടാമത്തെ, ആ സ്റ്റോക്കുകളിൽ നിന്നും കിട്ടുന്ന ലാഭത്തെ ആഗ്രഹിക്കുക. അതിനെ സ്നേഹിക്കണം എന്നല്ല പറഞ്ഞത്, ആ ലാഭത്തിന് വേണ്ടിയിട്ട് അക്രമം ചെയ്യണം എന്നൊന്നുമല്ല പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക, അതിൽ നിന്ന് എനിക്ക് പ്രോഫിറ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുക മാത്രം ചെയ്യുക. അതിനെ സ്നേഹിക്കാനൊന്ന് പ്രോഫിറ്റിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ട്. അതിനെ ആഗ്രഹിക്കുക. ഇനി മൂന്നാമത്തതാണ് നഷ്ടത്തെ അകറ്റാൻ ശ്രമിക്കുക. നമ്മൾ അകറ്റാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറയാൻ കാരണം ഇത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരാളാണ്. നഷ്ടം എപ്പോഴും നമ്മുടെ അടുത്തടുത്ത് നമ്മുടെ ചുറ്റുവട്ടം തന്നെ പറ്റി കൂടി നിൽക്കും. നമ്മൾ ഈ എന്താ പറയുക കോഴികൾ നമ്മളൊരു കയ്യിൽ എന്തെങ്കിലും അരിയോ എന്തെങ്കിലും വാരിയിട്ട് പുറത്തോട്ട് പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കൈ കൊണ്ട് പുറത്തോട്ട് പോകുമ്പോഴും കോഴികളൊക്കെ വന്ന് ഓടിക്കൂടുന്ന കണ്ടിട്ടില്ലേ? അതേപോലെയാണ് നഷ്ടം. ഇതെപ്പോഴും നമ്മുടെ കൂടെ തന്നെ അടുത്തടുത്തുണ്ട്. അപ്പോൾ അതിനെ പരമാവധി അകറ്റാൻ ശ്രമിക്കുക, അതിനെ ഒരു ലിമിറ്റ് വയ്ക്കുക. അപ്പോൾ ഈ 3 വാക്കുകൾ ഇതെൻ്റേതായിട്ട് നിങ്ങൾക്കുള്ളൊരു സംഭാവനയാണ്. സ്റ്റോക്കുകളെ സ്നേഹിക്കരുത്, അതിൽ നിന്നുള്ള ലാഭത്തെ ആഗ്രഹിക്കുക, നഷ്ടത്തെ അകറ്റാൻ ശ്രമിക്കുക. എന്തായാലും വലിയ വലിയ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തട്ടെ ഈ വാക്കുകൾ. ഓക്കെ, ഇനി പറയാനുള്ളത് പണമായിരിക്കണം ആത്യന്തികമായിട്ട് ഏറ്റവും അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പണം സമ്പാദിക്കാൻ, പണം നേടാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കുന്നത്. ഒരു സ്ട്രാറ്റജിയുടെ കൃത്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. പണം ഉണ്ടാക്കണം, എനിക്ക് പണം കിട്ടണം, പൈസ കിട്ടണം എന്ന ഒരൊറ്റ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ ആ ഒരു പോയിന്റ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, അതായത് എനിക്ക് കിട്ടേണ്ടത്, ഇന്ന് ഞാൻ ട്രേഡിങ് തുടങ്ങുന്നു, എനിക്ക് കിട്ടേണ്ടത് ഇതിൽ നിന്ന് പൈസ കിട്ടണം, പണം കിട്ടണം, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരണം എന്നൊരു മൈൻഡ് സെറ്റിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ നോർമലി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ വേറെ പല ഇതായിരിക്കും, എനിക്ക് ഇതിൽ നിന്ന് അങ്ങനെ ചെയ്യണം, ക്യാപിറ്റൽ ഡബിൾ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള അതൊന്നുമല്ല. അൾട്ടിമേറ്റ്ലി ഇതിൽ നിന്ന് പൈസ കിട്ടണം എന്ന ഒറ്റ ചിന്തയിൽ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ആ പൈസ പിൻവലിക്കും. അതേപോലെ വലിയ ലോസിലേക്ക് പോകുമ്പോൾ എൻ്റെ പൈസ പോവുകയാണ് എന്ന തിരിച്ചറിവിൽ നിങ്ങൾ പെട്ടെന്ന് കട്ട് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്ലി പൈസ ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തിലായിരിക്കണം നിങ്ങൾ പോകുന്നത്, മറക്കരുത്. ഓക്കെ, സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ കൃത്യതക്കൊന്നും വേണ്ടിയിട്ട് നിങ്ങൾ ബലിയാടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പിൻവലിക്കണം, അതിനാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പിൻവലിക്കാൻ മറക്കരുത്. പണത്തിന് വേണ്ടിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല. ലാഭം അവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? നമ്മളടുത്തത് നമ്മൾ ഇപ്പം 100 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്ത ആൾ പിന്നെ 200 ക്വാണ്ടിറ്റി ചെയ്യും, 500 ആവും, 1000 ക്വാണ്ടിറ്റി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ദിവസം ലോസ് വരുമ്പോൾ മുഴുവൻ ലാഭവും ഇതുവരെയും കിട്ടിയ ലാഭം മുഴുവൻ അങ്ങ് കൊണ്ടുപോയിട്ട് കളയുക. അപ്പോൾ അതിനേക്കാൾ നല്ല കിട്ടുന്ന ലാഭങ്ങൾ പിൻവലിക്കുക. ഇതവിടെ ഒരു ബാങ്ക് FD ഒന്നും അല്ലല്ലോ, നമുക്ക് അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റി വയ്ക്കുക, അതും നല്ലൊരു ഓപ്ഷനാണ്. അല്ലാതെ പണം തന്നെ ലിക്വിഡായിട്ട് അവിടെ ക്യാഷ് വയ്ക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് ലിക്വിഡ് ക്യാഷ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോക്കറ്റിൽ ഒരുപാട് പൈസ ഇട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചായ കുടിക്കാനും പലതും വാങ്ങാനൊക്കെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇതിൽ നിന്ന്
കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് ഇതിൻ്റെ കണ്ടിന്യൂഷൻ വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ലാഭകരമായ ദിവസങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. യു ടേക്ക് കെയർ ആൻഡ് ബൈ.